ആവേശോജ്വലമായി തിരുവനന്തപുരം നിയോജകമണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി കരമന ജയന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. സംസ്ഥാനത്ത് എൻ.ഡി.എ ഇന്ന് ശക്തമായ മൂന്നാം മുന്നണിയായി മാറിക്കഴിഞ്ഞുവെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. എൻ.ഡി.എയുടെ ഘടകകക്ഷികൾ പ്രവർത്തകരടക്കം ആയിരങ്ങളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. സംസ്ഥാനത്തെ പ്രധാന നിയമസഭകളിലൊന്നായ തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കരമന ജയന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ കേന്ദ്രമന്ത്രിയും കഴക്കൂട്ടം മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മണ്ഡലത്തിൽ കരമന ജയന്റെ വിജയം ഉറപ്പാണെന്നും ബി.ജെ.പിക്ക് മറ്റ് മുന്നണികൾ കൽപ്പിച്ചു കൊടുത്ത തൊട്ടുകൂടായ്മ ഇന്ന് ജനങ്ങൾക്കിടയിൽ ഇല്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മറ്റ് മുന്നണികൾ കൽപ്പിച്ച് നൽകിയിരുന്ന തൊട്ടുകൂടായ്മ, ആ തൊട്ടുകൂടായ്മ അവസാനിച്ച തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്നേക്കുമായിട്ട് ബി.ജെ.പിയുമായിട്ട് കൂട്ടുകൂടാൻ സാധിക്കില്ല, തയ്യാറല്ല, എൻ.ഡി.എയുടെ ഭാഗമാകാൻ തയ്യാറല്ല എന്നുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം സമ്പൂർണ്ണമായിട്ട് അവസാനിച്ചു. പടിഞ്ഞാറക്കോട്ടയുടെയും കിഴക്കേക്കോട്ടയുടെയും ചാലക്കമ്പോളത്തിൻ്റെയും അവസ്ഥ പരിതാപകരമാണെന്നും കിള്ളിപ്പാലത്ത് നിന്ന് നോക്കിയാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണുന്ന രീതിയിൽ ചാലക്കമ്പോളം വികസിപ്പിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ബി.ജെ.പിക്ക് ഉണ്ടെന്നും തിരുവനന്തപുരം എൻ.ഡി.എ സ്ഥാനാർത്ഥി കരമന ജയൻ പറഞ്ഞു. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്ര കോട്ടമതിലുകളുടെ പരിതാപകരമായ അവസ്ഥയാണ്. പടിഞ്ഞാറക്കോട്ട വളരെ പരിതാപകരമായ അവസ്ഥയാണ്. കിഴക്കേക്കോട്ട നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള കിഴക്കേക്കോട്ടയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ചാലക്കമ്പോളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്നത്, കിള്ളിപ്പാലത്ത് നിന്ന് നോക്കിയാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരം കാണുന്ന തരത്തിൽ ചാലക്കമ്പോളം വികസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് എന്നെ പിടിച്ച പല ആൾക്കാരും പല വിദ്വാൻമാരുമുണ്ട്. കാണിച്ചു തരാൻ വെല്ലുവിളിക്കുന്നു CPM-നും കോൺഗ്രസിനും. ചാലക്കമ്പോളം കിള്ളിപ്പാലത്ത് നിന്നാൽ ക്ഷേത്ര ഗോപുരം കാണുന്ന തരത്തിൽ വികസിപ്പിക്കുവാൻ ബി.ജെ.പിയുടെ കയ്യിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രവർത്തകരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. എൻ.ഡി.എയുടെ വിവിധ ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരുമടക്കം ആയിരങ്ങൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.